അതെ, 80s കുറച്ച് കിടിലൻ മലയാളം ത്രില്ലർ മൂവീസ് പറയോ ചേട്ടാ? എത്ര എണ്ണം? 10 അല്ലേ? പോരാ, 20 എണ്ണം വേണം. പറ്റുമോ? എപ്പ പറഞ്ഞെന്ന് ചോദിച്ചാ പോരെ. നമ്പർ 20. അജിത്തും രേഖയും ലവേഴ്സ് ആയിരുന്നു. പക്ഷേ രേഖയുടെ അച്ഛൻ അവളെ വിനോദിന് കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷെ വിനോദിന് മറ്റു പല ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഈ മലയാളം പടം ആക്ച്വലി ഹിന്ദിയിൽ 85 റിലീസായ 8th ബാർ എന്ന സിനിമയുടെ റീമേക്ക് ആണ്. പക്ഷെ ആ ഹിന്ദി പടമാണെങ്കിലോ ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ പ്രശസ്തമായ ക്ലാസിക് ത്രില്ലർ ഡയൽ എം ഫോർ മർഡറിനെ ഇന്ത്യവൽക്കരിച്ചതുമായിരുന്നു. ഞാൻ ഹിച്ച്കോക്കിന്റെ പടങ്ങളുടെ ഒരു ഫാൻ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഡയൽ എം ഫോർ മർഡറിന്റെ ഒരു ഫേവറേറ്റ് സിനിമ ആയതുകൊണ്ട് പേഴ്സണലി എനിക്ക് ഈ സിനിമ അത്രയ്ക്ക് ഇഷ്ടമായില്ല എന്ന് പറയാം. അതിന്റെ ഒരു വികലമായിട്ടുള്ള റീമേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ബട്ട് ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇത് ലിസ്റ്റിൽ വന്നത്. ചിത്രം 89 VG തമ്പി സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി, ഉർവശി, ജയറാം, ബാബു ആന്റണി തുടങ്ങിയവർ അഭിനയിച്ച ന്യൂ ഇയർ. ഈ സിനിമ ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാം. IMDb റേറ്റിംഗ് 6/10, ഡ്യൂറേഷൻ 2 മണിക്കൂർ 6 മിനിറ്റ്. 19. ഫിലിപ്പ് എന്ന ബിസിനസ്സുകാരന്റെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട അനിയൻ രാജു പെട്ടെന്നൊരു ദിവസം തിരിച്ചു വരുന്നു. വന്നത് രാജു തന്നെയാണോ? 1958 ഇറങ്ങിയ ചേസ് എ ക്രൂക്ഡ് ഷാഡോ എന്ന ബ്രിട്ടീഷ് ചിത്രത്തെ ആസ്പദമാക്കി ഒരുക്കിയ കഥയാണ്. ഈ കഥയുടെ ഒരുപാട് റീമേക്സ് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും അടക്കം വേറെ വന്നിട്ടുണ്ട്. അത്തരത്തിൽ മലയാളത്തിൽ വന്നതിൽ ഡീസന്റ് ആയിട്ടുള്ള ഒരു റീമേക്ക് ആയിരുന്നു ഇത്. ചിത്രം 89 GS വിജയൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, റഹ്മാൻ, ശോഭന തുടങ്ങിയവർ അഭിനയിച്ച ചരിത്രം. പടം യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. 2 മണിക്കൂർ 24 മിനിറ്റ് ആണ് ദൈർഘ്യം. IMDb റേറ്റിംഗ് 7.3/10. നമ്പർ 18. ഒരു കൂട്ടം ടീനേജ് ഫ്രണ്ട്സ് സ്കൂളിൽ നിന്നും ക്യാമ്പിന് പോകുന്നു എന്ന വ്യാജേന ഒരു ടൂറിന് പോകുന്നു. അവിടെ അവർ മാളു എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. ഒരു വലിയ പ്രശ്നക്കുഴിയിലേക്കാണ് തങ്ങളുടെ പോക്കെന്നവർ തിരിച്ചറിയുന്നില്ല. ചിത്രം P. പത്മരാജൻ രചിച്ച് മോഹൻ സംവിധാനം ചെയ്ത 1982 റിലീസായ ഇടവേള. ത്രില്ലറിനേക്കാൾ ഒരു ക്രൈം ഡ്രാമയാണിതെന്ന് പറയാമെങ്കിലും പത്മരാജന്റെ സ്ഥിരം ശൈലിയായിട്ടുള്ള ടെൻഷൻ നിറച്ചുള്ള കുറച്ച് നിമിഷങ്ങളുള്ള ഒരു സിനിമയാണിത്. പടം യൂട്യൂബിലുണ്ട്. 2 മണിക്കൂർ 24 മിനിറ്റ് ആണ് ദൈർഘ്യം. IMDb റേറ്റിംഗ് 6.9/10. നമ്പർ 17. പട്ടാളത്തിന്റെ ഒരു എയർക്രാഫ്റ്റ് കൊടുങ്കാട്ടിൽ എവിടെയോ തകർന്നു വീഴുന്നു. അതിലുള്ള പട്ടാളക്കാരെ രക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുന്നത് ക്യാപ്റ്റൻ റോയ് ജേക്കബ് ആണ്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സ്റ്റൈലിഷ് ആക്ഷൻ ത്രില്ലറിലൊന്ന്. ചിത്രം മോഹൻലാലിനെ നായകനാക്കി 1989 അനിൽ സംവിധാനം ചെയ്ത ദൗത്യം. ഈ പടം നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. 1 മണിക്കൂർ 46 മിനിറ്റ് ആണ് ദൈർഘ്യം. IMDb റേറ്റിംഗ് 7/10. 16. ഭാര്യയും കുട്ടിയും മരിച്ച ശേഷം കുടിയനായിട്ട് മാറിയ കിരണിന് സംസാരശേഷിയും കേൾവിയും ഇല്ലാത്ത ഒരു കുട്ടിയെ കിട്ടുന്നു. അവന്റെ പിറകെ ചില കൊലയാളികൾ കൂടെ ഉണ്ടായിരുന്നു. ഫാസിൽ രചനയും സംവിധാനം നിർവഹിച്ച് 86 ഇറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രം. മമ്മൂട്ടി, സുരേഷ് ഗോപി, നാദിയ മൊയ്തു, സുജിത, ബാബു ആന്റണി തുടങ്ങിയവർ അഭിനയിച്ച പൂവിന് പുതിയ പൂന്തന്നൽ. വിറ്റ്നസ് എന്ന ഹോളിവുഡ് ചിത്രത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയി രചിച്ച തിരക്കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. ഈ പടം മലയാളത്തിൽ നിന്നും 6 ഭാഷകളിലേക്ക് പിന്നീട് റീമേക്ക് ചെയ്യുകയുണ്ടായി. ബേബി സുജിതയും ബാബു ആന്റണിയും 4 ഭാഷകളിൽ സെയിം റോളുകൾ ചെയ്യുകയും ചെയ്തു. പടം Disney+ ഹോട്ട്സ്റ്റാറിൽ കാണാം. 2 മണിക്കൂർ 3 മിനിറ്റ് ആണ് ദൈർഘ്യം. IMDb റേറ്റിംഗ് 7.3/10. നമ്പർ 15. തുറമുഖത്ത് വന്ന ഒരു കപ്പലിൽ ഉണ്ടായിരുന്ന സംസാരശേഷിയും ഓർമ്മകളും ഒക്കെ കുഴപ്പത്തിലായ ഒരാളെ രക്ഷിക്കാനായിട്ട് ഒരു വക്കീൽ തുനിഞ്ഞിറങ്ങുന്ന കഥയാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 1989 K. മധു സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ജഗതി ശ്രീകുമാർ, ഉർവശി തുടങ്ങിയവർ അഭിനയിച്ച അടിക്കുറിപ്പ്. 2 മണിക്കൂർ 24 മിനിറ്റ് ആണ് റൺ ടൈം. സിനിമ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. IMDb റേറ്റിംഗ് 7.3/10. നമ്പർ 14. കേന്ദ്രമന്ത്രി അടക്കം കുറെ പേർ യാത്ര ചെയ്യുന്ന ഒരു ബസ് തീവ്രവാദികൾ പിടിച്ചെടുക്കുന്നു. ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു എക്സ് കോപ്പായ അലി ഇമ്രാൻ എത്തുന്നു. മോഹൻലാലിന്റെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കഥാപാത്രം. മലയാളത്തിലെ ഒരു മികച്ച അഡ്വഞ്ചർ ആക്ഷൻ ത്രില്ലർ സിനിമയാണിത്. ചിത്രം 88 K. മധു സംവിധാനം ചെയ്ത് മോഹൻലാൽ, സുരേഷ് ഗോപി, രേവതി, ബാബു ആന്റണി തുടങ്ങിയവർ അഭിനയിച്ച മൂന്നാം മുറ. ഈ ചിത്രം Disney+ ഹോട്ട്സ്റ്റാറിൽ കാണാം. 2 മണിക്കൂർ 11 മിനിറ്റ് ആണ് റൺ ടൈം. IMDb റേറ്റിംഗ് 7.5/10. 13. ജനസമ്മതനായ നീതിമാനായ പുതിയ മുഖ്യമന്ത്രിയെ കൊല്ലാനായിട്ട് ശത്രുക്കൾ ഒരു വാടക കൊലയാളിയെ ഏർപ്പെടുത്തുന്നു. അയാളെ പിടികൂടാനായിട്ട് DYSP പെരുമാളും കച്ചകെട്ടി ഇറങ്ങുന്നു. ചിത്രം 1988 സിബി മലയിൽ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ക്യാപ്റ്റൻ രാജു, സുകുമാരൻ, ഉർവശി തുടങ്ങിയവർ അഭിനയിച്ച ഓഗസ്റ്റ് 1. ഈ പടം നിങ്ങൾക്ക് C5 കാണാൻ കഴിയും. 2 മണിക്കൂർ 25 മിനിറ്റ് ആണ് ദൈർഘ്യം. IMDb റേറ്റിംഗ് 7.3/10. നമ്പർ 12. മാധവ മേനോൻ എന്ന രാഷ്ട്രീയ നേതാവ് തന്റെ മകൾ രേണുവിനെ പ്രണയിച്ചു എന്ന കുറ്റത്തിന് ജോൺസൺ എന്ന വ്യക്തിയുടെ കുടുംബം തന്നെ നശിപ്പിച്ചു കളയുന്നു. മേനോനോടുള്ള ജോൺസന്റെ പ്രതികാരത്തിന്റെ കഥ പറയുന്ന സിനിമ. ചിത്രം കമൽഹാസൻ, ജയറാം, ഊർമിള മത്തോൺകർ, തിലകൻ തുടങ്ങിയവർ അഭിനയിച്ച് 89 TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത ചാണക്യൻ. ഈ ചിത്രം സൺ നെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 2 മണിക്കൂർ 10 മിനിറ്റ് ആണ് റൺ ടൈം. IMDb റേറ്റിംഗ് 7.8/10. നമ്പർ 11. ഒരു ടീ എസ്റ്റേറ്റ് കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജറായ ജയരാജൻ 2 സഹപ്രവർത്തകരുടെ സഹായത്തോടെ കമ്പനിയിൽ നിന്നും പണം മോഷ്ടിക്കാനായിട്ട്
ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. എന്നാൽ കാര്യങ്ങൾ വിചാരിച്ച രീതിയിലല്ല നടന്നത്. പക്ഷേ ക്രൂരതയുടെ ഉയരങ്ങൾ തേടാനായിട്ട് ജയരാജന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ചിത്രം 84-ൽ MT വാസുദേവൻ നായരുടെ രചനയിൽ IV ശശി സംവിധാനം ചെയ്ത് മോഹൻലാൽ, റഹ്മാൻ, നെടുമുടി വേണു, കാജൽ കിരൺ, സ്വപ്ന തുടങ്ങിയവർ അഭിനയിച്ച ഉയരങ്ങളിൽ. മോഹൻലാലിന്റെ കിടിലൻ റോൾ ഈ പടത്തിലുണ്ട്. ഈ ചിത്രം യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. 2 മണിക്കൂർ 37 മിനിറ്റാണ് ദൈർഘ്യം. IMDb റേറ്റിംഗ് 7.2 ഔട്ട് ഓഫ് 10. നമ്പർ 10. സ്കൂളിൽ നിന്നും പോയ ഒരു വിനോദയാത്ര ക്യാൻസൽ ആകുന്നു. അതിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി മാത്രം തിരിച്ചു വീട്ടിൽ എത്തുന്നില്ല. അച്ഛനമ്മമാർ പോലീസിനെ സമീപിക്കുന്നു. തുടർന്ന് ഇതിന്റെ കേസ് അന്വേഷണമാണ് ഈ പടം പറയുന്നത്. ചിത്രം 1985-ൽ KM ശശിധരൻ സംവിധാനം ചെയ്ത് ഭരത് ഗോപി, ജയഭാരതി, മമ്മൂട്ടി തുടങ്ങിയവർ അഭിനയിച്ച കാണാതായ പെൺകുട്ടി. ഈ 3 താരങ്ങളുടെയും ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള കിടിലൻ കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പടം Disney+ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. 1 മണിക്കൂർ 48 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. IMDb റേറ്റിംഗ് 6.9 ഔട്ട് ഓഫ് 10. നമ്പർ 9. പ്രശസ്ത നടി അശ്വതിയെ കൊല്ലാനായിട്ട് ഒരു വാടക കൊലയാളി എത്തുന്നു. പക്ഷെ തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്ന അവരെയാണ് ആ കൊലയാളി കണ്ടെത്തുന്നത്. ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ? ഈ കേസ് അന്വേഷിക്കാൻ എത്തുന്നത് സേതുരാമയ്യർ CBI ആണ്. CBI സീരീസിലെ 2ാമത്തെ ചിത്രം. ഈ സീരീസിലെ ബ്രില്യന്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകളിൽ ഒന്നാണ്. ചിത്രം SN സ്വാമി രചിച്ച് K മധു സംവിധാനം ചെയ്ത് 89-ൽ മമ്മൂട്ടി, പാർവതി, മുകേഷ് തുടങ്ങിയവർ അഭിനയിച്ച് റിലീസായ ജാഗ്രത. 2 മണിക്കൂർ 29 മിനിറ്റാണ് പടത്തിന്റെ റൺ ടൈം. പടം യൂട്യൂബിൽ കാണാം. IMDb റേറ്റിംഗ് 7.5 ഔട്ട് ഓഫ് 10. നമ്പർ 8. റൈറ്റേഴ്സ് ബ്ലോക്ക് അനുഭവപ്പെട്ട നാടകകൃത്തായ AR തമ്പി സ്വസ്ഥമായിട്ട് കഥ എഴുതാൻ വേണ്ടി ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് മാറി താമസിക്കുന്നു. ഒരു രാത്രി ആരിൽ നിന്നോ രക്ഷപ്പെടാനായിട്ട് പേടിച്ചരണ്ട് ഒരു പെൺകുട്ടിയും അവിടെ എത്തിച്ചേരുന്നു. ചിത്രം 87-ൽ KG ജോർജിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, ദേവി ലളിത തുടങ്ങിയവർ അഭിനയിച്ച കഥയ്ക്ക് പിന്നിൽ. ഈ ചിത്രം ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 1 മണിക്കൂർ 58 മിനിറ്റാണ് പടത്തിന്റെ റൺ ടൈം. IMDb റേറ്റിംഗ് 7.6 ഔട്ട് ഓഫ് 10. നമ്പർ 7. പുതിയ നഗരത്തിൽ ജോലിക്കായിട്ട് വന്ന വിശ്വനാഥൻ എന്ന നിഷ്കളങ്കനായ യുവാവിനെ രൂപസാദൃശ്യത്തിന്റെ പേരിൽ ഒരു കൊടും ക്രിമിനലായ ഉത്തമൻ എന്ന ആളായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നതും തുടർന്ന് അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പറയുന്ന സിനിമ. ജയറാമിന്റെ ആദ്യത്തെ സിനിമ. സംവിധായകൻ P പത്മരാജൻ തന്റെ ചെറുകഥയെ ആസ്പദമാക്കി 88-ൽ ഒരുക്കിയ അപരൻ. ജയറാമിനൊപ്പം ശോഭന, മുകേഷ്, പാർവതി, ശാരി തുടങ്ങിയവർ അഭിനയിച്ചിട്ടുണ്ട്. ജോൺസൺ മാഷിന്റെ മികച്ച പശ്ചാത്തല സംഗീതമുള്ള സിനിമയാണ്. യൂട്യൂബിലെ പടം കാണാം. 1 മണിക്കൂർ 55 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. IMDb റേറ്റിംഗ് 7.9 ഔട്ട് ഓഫ് 10. നമ്പർ 6. ബിസിനസ്സുകാരനായ ഔസേപ്പച്ചന്റെ മകന്റെ ഭാര്യ ഓമന ഒരു രാത്രിയിൽ വീടിന്റെ മുകളിൽ നിന്നും തലയടിച്ച് താഴെ വീണ് മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ഇതൊരു ആത്മഹത്യയാണെന്ന് എഴുതി തള്ളപ്പെടുന്നു. പക്ഷേ കോടതി ഇടപെട്ടതിനെ തുടർന്ന് CBI ഓഫീസർ സേതുരാമയ്യർ ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നു. അക്കാലത്തെ ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള ചിത്രം. പിന്നീട് കൾട്ട് ഫോളോയിങ് ഉണ്ടായ CBI സീരീസിലെ ആദ്യത്തെ സിനിമയാണിത്. പടം 1988-ൽ SN സ്വാമി രചിച്ച് K മധു സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ഉർവശി, സുരേഷ് ഗോപി, ലിസി തുടങ്ങിയവർ അഭിനയിച്ച ഒരു CBI ഡയറി കുറിപ്പ്. പടം Disney+ ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾക്ക് കാണാം. IMDb റേറ്റിംഗ് 7.9 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 17 മിനിറ്റ്. നമ്പർ 5. സക്കറിയ, ഗോപി, ബിലാൽ എന്നീ 3 സുഹൃത്തുക്കൾ ഒരു വേശ്യാലയത്തിൽ പോകുന്നു. അവിടെ അവർക്ക് ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. പുറത്തു കടക്കാനാകാത്ത വിധം അരപ്പട്ട കൊണ്ട് കെട്ടിയ പോലെയുള്ള അവിടെ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ പടത്തിന്റെ കഥ. P പത്മരാജന്റെ ക്ലാസിക് ചിത്രം. പടം 1986-ൽ റിലീസായ മമ്മൂട്ടി, നെടുമുടി വേണു, അശോകൻ, ഗോമതി, സുകുമാരി തുടങ്ങിയവർ അഭിനയിച്ച അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ. ചിത്രത്തിലെ അഭിനയത്തിന് സുകുമാരിക്ക് മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. പടം യൂട്യൂബിൽ കാണാം. IMDb റേറ്റിംഗ് 7.9 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 1 മണിക്കൂർ 49 മിനിറ്റ്. നമ്പർ 4. ഹരികൃഷ്ണൻ എന്ന സംവിധായകൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. കേസ് അന്വേഷിക്കാനായിട്ട് DYSP അച്യുതൻകുട്ടി എത്തുന്നു. P പത്മരാജന്റെ മറ്റൊരു കൾട്ട് ക്ലാസിക് ത്രില്ലർ മൂവി. ചിത്രം മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ, കാർത്തിക, ശ്രീപ്രിയ, ഉണ്ണിമേരി തുടങ്ങിയവർ അഭിനയിച്ച് 86-ൽ പുറത്തിറങ്ങിയ കരിയിലക്കാറ്റ് പോലെ. മമ്മൂട്ടിയും ശ്രീപ്രിയയും തമ്മിലുള്ള ഐക്കോണിക് സീനും ശ്രീപ്രിയയുടെ കിടിലൻ റോളും പടത്തിന്റെ പ്രത്യേകതയാണ്. ചിത്രം യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. 2 മണിക്കൂർ 18 മിനിറ്റാണ് പടത്തിന്റെ ദൈർഘ്യം. IMDb റേറ്റിംഗ് 7.7 ഔട്ട് ഓഫ് 10. നമ്പർ 3. പുറത്തുള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും തോന്നാത്ത വിധത്തിൽ സെലീന എന്ന യുവ കവയത്രി ആത്മഹത്യ ചെയ്യുന്നു. അവരുടെ ഭർത്താവിന്റെ സുഹൃത്തായിട്ടുള്ള ബാലചന്ദ്രൻ ഇതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് അന്വേഷിക്കുന്നു. ഇംഗ്ലീഷ് റൈറ്റർ ദാഫ്നെ ഡു മോറിയറിന്റെ നോ മോട്ടീവ് എന്ന ചെറുകഥയെ ആസ്പദമാക്കി MT വാസുദേവൻ നായർ ഒരുക്കിയ തിരക്കഥ. ചിത്രം 89-ൽ VK പവിത്രൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, സുപർണ, സുകുമാരൻ, പാർവതി തുടങ്ങിയവർ അഭിനയിച്ച ഉത്തരം. മലയാളത്തിലെ എക്കാലത്തെ മികച്ച ക്ലാസിക് ത്രില്ലറുകളിൽ ഒന്ന് എന്ന് പറയാവുന്ന സിനിമയാണ്. പടം നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. IMDb റേറ്റിംഗ് 8 ഔട്ട് ഓഫ് 10. ഡ്യൂറേഷൻ 2 മണിക്കൂർ 3 മിനിറ്റ്. നമ്പർ 2. ഒരു സമ്പന്ന കുടുംബത്തിലെ ഇളയ കണ്ണിയായിട്ടുള്ള ബേബി കോളേജിൽ ചില പ്രശ്നങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് നാട്ടിൽ വന്ന് നിൽക്കുകയാണ്. അതും അഴിമതിയും അധാർമികതയും ഒക്കെ നിറഞ്ഞ ഒരു വലിയ കുടുംബമാണ് അവന്റേത്. ആ വീട്ടിൽ പിന്നീട് നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ പറയുന്ന സിനിമ. ചിത്രം 85-ൽ KG ജോർജ് സംവിധാനം ചെയ്ത് റിലീസായ ഇരകൾ. ഗണേഷ് കുമാർ, തിലകൻ, സുകുമാരൻ, അശോകൻ, ശ്രീവിദ്യ, രാധ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. ഗണേഷിന്റെ ആദ്യത്തെ സിനിമയാണ്. തിലകന് ദേശീയ അവാർഡ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നഷ്ടമായ ഒരു സിനിമ കൂടിയാണിത്. ശ്രീവിദ്യ
വിദ്യയുടെ വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു റോൾ ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാം. സുകുമാരനായിരുന്നു ഈ പടത്തിന്റെ നിർമ്മാതാവ്. ചിത്രം യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. 2 മണിക്കൂർ 22 മിനിറ്റ് ആണ് ദൈർഘ്യം. IMDb റേറ്റിംഗ് 8.2 ഔട്ട് ഓഫ് 10. ഇനി നമ്പർ 1 മൂവി. ഭാവന തിയേറ്റേഴ്സ് എന്ന നാടക സമിതിയിലെ തബലിസ്റ്റ് അയ്യപ്പനെ കാണാതാകുന്നു. കേസ് അന്വേഷിക്കാനായിട്ട് സബ് ഇൻസ്പെക്ടർ ജേക്കബ് ഈരാളി എത്തുന്നു. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയാൻ സിനിമയാണിത്. ഇന്ത്യൻ സിനിമകളിലെ തന്നെ കൾട്ട് ക്ലാസിക്കുകളിൽ ഒന്നും. വെറും 4 പ്രിന്റുകൾ മാത്രം റിലീസ് ചെയ്ത് തുടർന്ന് തരംഗമായിട്ട് മാറിയ ഒരു സിനിമയാണ്. പടം KG ജോർജ് സംവിധാനം ചെയ്ത് ഭരത് ഗോപി, മമ്മൂട്ടി, തിലകൻ, ജലജ, വേണു നാഗവള്ളി തുടങ്ങിയവർ അഭിനയിച്ച 1982 റിലീസായ യവനിക. ഈ പടം K ബാലചന്ദ്ര തമിഴിലും അതുപോലെ സദാശിവ് അമൃപുർക്കർ മറാഠിയിലും റീമേക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തബലിസ്റ്റ് അയ്യപ്പൻ എന്ന ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നടനെ കിട്ടാത്തത് കൊണ്ട് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് തന്നെ ഭരത് ഗോപി എന്ന നടന്റെ റേഞ്ച് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും മികച്ച ചിത്രം, മികച്ച തിരക്കഥ, നല്ല സഹനടന് തിലകന് എന്നിവ ഉൾപ്പെടെ 3 കേരള സ്റ്റേറ്റ് അവാർഡുകൾ ഈ പടം നേടിയിട്ടുണ്ട്. യുവ തിരക്കഥാകൃത്തുകൾക്ക് ഒരു റഫറൻസ് തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയാം. പടം യൂട്യൂബിലും Disney+ ഹോട്ട്സ്റ്റാറിലും നിങ്ങൾക്ക് കാണാം. 2 മണിക്കൂർ 27 മിനിറ്റ് ആണ് റൺ ടൈം. IMDb റേറ്റിംഗ് 7.9 ഔട്ട് ഓഫ് 10. ഇതിലെ മിക്കത് ഞാൻ കണ്ടതാ, പക്ഷെ കേട്ടപ്പോ ഒരു സുഖം. കണ്ടാലും മടുക്കാത്ത മിക്ക പടങ്ങളും അതാണ്. അപ്പൊ ശരി എന്നാ.